അപ്പം ടാക്സി ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പേപ്പർ ക്ലിയർ ചെയ്ത് ടാക്സി ആക്കി കൊടുക്കും. അല്ലാണ്ട് ഓണേഴ്സ് ആക്കി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓണേഴ്സ് ആക്കി കൊടുക്കും. ലാസ്റ്റ് പ്രൈസ് 1,15,000 രൂപയ്ക്ക് കൊടുത്തേക്കും. 1,15,000 രൂപ ടാക്സ് എടുത്ത് അവരുടെ പേരിൽ വണ്ടി ആക്കി കൊടുക്കും. ലാസ്റ്റ് പ്രൈസ് 55,000 രൂപ. വണ്ടി പക്കാ കണ്ടീഷൻ. പിന്നെന്ത് ധൈര്യമായിട്ട് യോണ് 2015 വണ്ടി. പിന്നെ അടുത്ത വണ്ടി റിറ്റ്സ് ആണ്, ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. ആയതുള്ളൂ. റീടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 വർഷം പേപ്പർ ഉണ്ട്. 5 വർഷത്തേക്ക് പേപ്പർ എല്ലാം ഓക്കെയാണ്. നല്ല ചിലവുണ്ടല്ലേ പേപ്പർ ആക്കാനായിട്ട്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ JD കാർ പാർക്കിലാണ്. അപ്പം മെയിനായിട്ട് നമ്മുടെ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് നമ്മുടെ സജ്ജു, അതായത് ആറ്റുകാൽ കൊഞ്ചിറയുള്ള ഒരു സജ്ജു എന്നൊരാൾ സ്ഥിരം വീഡിയോ ചോദിക്കാറുണ്ടായിരുന്നു. സജ്ജു ഞാൻ വീഡിയോ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ JD കാറിൻ്റെ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് ഒന്ന് പറയാം. അവിടെ ലൊക്കേഷൻ എല്ലാവർക്കും സ്വാഗതം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പം ട്രിവാൻഡ്രത്ത് പള്ളിച്ചൽ പെരിങ്ങമല എന്ന് പറയും, അതായത് വിഴിഞ്ഞം പെരിങ്ങമല. അതിൽ JD കാർ പാർക്ക് ലൊക്കേഷനിൽ അടിച്ചാലും കിട്ടും. JD കാർ പാർക്ക് പെരിങ്ങമല. ഓക്കെ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ബഡ്ജറ്റ് കാറുള്ള കളക്ഷനാണ്. ഇഷ്ടംപോലെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കാറാണ് പൊതുവെ ഇവിടെ ഉള്ളത്. അപ്പം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ജേഴ്സായിട്ട് നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്ത് ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 2010 തൊട്ടുള്ളതിന് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നേരെ അപ്പോൾ മതി തുടങ്ങാം അല്ലേ? നമ്മുടെ നാനും തുടങ്ങാം. അതെ. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? നാനെന്ന് പറയുമ്പോൾ 2010 വണ്ടി. ഈ വർഷം ലാസ്റ്റിൽ പേപ്പർ തരുന്നുണ്ട്. വണ്ടി 2010 വണ്ടി, AC ഉണ്ട്. പിന്നെ 2 ഡോർ പവർ വിൻഡോ ഉള്ള വണ്ടിയാണ്. AC പവർ ACയും പവർ വിൻഡോയും വരുന്നത്. ടയർ നാലും ഗുഡ് കണ്ടീഷൻ ആണല്ലോ. നല്ല കണ്ടീഷൻ ടയറാണ്. ഇത് ഫ്രണ്ടൊക്കെ പുതിയ ടയറാണ് കിടക്കുന്നത്. പുതിയ ടയറാണ്. അതെ. ബാക്കിൽ 50% മേളിലുണ്ട്. നാനോ LX ബോഡിന്ന് വലിയ ഡെൻറ്റോ സ്ക്രാച്ചസ് ഒന്നുമില്ല. അപ്പോൾസറി കാര്യങ്ങൾ ഇൻറ്റീരിയലെല്ലാം നല്ല കമ്പനി അല്ലേ? വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എഞ്ചിൻ കണ്ടീഷൻ പക്കാണല്ലോ കേട്ടോ. എഞ്ചിനെല്ലാം പെർഫെക്റ്റ് ആണ്. കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. AC വർക്കാണ്. ACയും 2 ഡോർ പവർ വിൻഡോയും ഉണ്ട്. ഓക്കെ. അപ്പം ടാറ്റ നാനോ 2010 വണ്ടി ടെസ്റ്റ് എപ്പോഴായിരുന്നു? അപ്പോൾ ടെസ്റ്റ് ഈ വർഷം ലാസ്റ്റിലാണ് വരുന്നത്. നവംബർ ഡിസംബർ ആ ടൈമിലാണ് വരുന്നത്. കിലോമീറ്റർ കിലോമീറ്റർ 40 സംതിങ് എന്തോ ആയിട്ടുണ്ട്. വണ്ടി നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. കിലോമീറ്റർ ആണോ അത്? പിന്നെ നാനോ അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ ഒരു കംപ്ലൈന്റും ഇല്ല. 18 20 പുറത്ത് മൈലേജ് നാനോ ഉണ്ട്. നമ്മൾ 20 ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. നാനോ നല്ല മൈലേജ് ഉള്ള വണ്ടിയാണല്ലോ. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? എൻ്റെ വില എന്ന് പറയുന്നത് 35 രൂപയ്ക്ക് പേരലാക്കി കൊടുക്കാം. 1500 രൂപ. 2010 പേരുമാർ 1500 ഉണ്ട്. കാര്യം പത്രമൊക്കെ ആഡ് ചെയ്യണമല്ലോ. അങ്ങനെ അപ്പോൾ 1500 രൂപ നമ്മൾ ഏജന്റിന് കൊടുക്കുന്നത് മാറാൻ വേണ്ടിയിട്ട്. അപ്പം പേര് മാറി 35 രൂപയ്ക്ക് കൊടുക്കാം. അടുത്ത വണ്ടി ഫോർഡ് ഐക്കോൺ ആണ്. 2005 വണ്ടിയാണ്. ഈ വർഷം ലാസ്റ്റ് വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെയാണ്. വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡീസലാണ്. ഫ്യുവല്, AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, പിന്നെ അലോയി എല്ലാം വരുന്നതാണ്. ഫുൾ ഓപ്ഷൻ ആണ് അന്നത്തെ. അതെ, അന്നത്തെ ഫുൾ ഓപ്ഷൻ അലോയി ഒക്കെ വരുന്നതാണ്. 1.8 ആണല്ലേ? 1.8 ഡീസലാണ് പറഞ്ഞത്. അതെ, 1.8 ലിറ്റർ ആണ് കേട്ടോ. ഓക്കെ. ബോഡിയൊക്കെ കുഴപ്പമില്ല, ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾസറി കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. AC വർക്കിംഗ് ആണല്ലോ? AC വർക്കാണ്. അതെ, പവറിന്റെ പവർ സ്റ്റിയറിംഗ്. ഓക്കെ. അപ്പോൾ 2005 ഡീസൽ വണ്ടി അല്ലേ? അതെ. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എന്തോ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിനൊക്കെ പക്കയാണ്. വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. അലോയ്സ് ഒക്കെ ഉണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. അതെ. ഓക്കെ. ഞാൻ കൂടുതൽ ഇത് തന്നെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം നല്ല മൈലേജ് ഉണ്ട്. മൈലേജ് കിട്ടും. മൈലേജ് കിട്ടും. ഡീസൽ അല്ലേ? അതെ. ഓക്കെ. എന്തായാലും 18 മൈലേജ് കിട്ടൂലേ? 18-20 പുറത്ത് മൈലേജ് കിട്ടും. ഫോർഡ് ഐക്കോൺ അല്ലേ? നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയായിട്ട് അതിന്റെ വില വരുന്നത്? ഇതിന്റെ വില ഭാഗം എന്ന് പറയുമ്പം പിന്നെ ഈ വർഷം ലാസ്റ്റിലാണ് റീടെസ്റ്റ് വരുന്നത്. അപ്പോൾ ടാക്സ് ഇപ്പോൾ നിലവിൽ തീർന്നിട്ടുണ്ട്. അപ്പോൾ ടാക്സ് എടുക്കണമല്ലേ? ടാക്സ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ടാക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ റീടെസ്റ്റിന് പൈസ ആവില്ലല്ലോ. ടെസ്റ്റ് ഫീസ് 850. ഒരു 10-15,000 മേളിലാവില്ല ടാക്സിന്? ടാക്സ് അതെ. ഇപ്പോൾ ഇത് ഇപ്പം 50% കൂട്ടിയല്ലോ. 14,000 രൂപ ആവും ടാക്സ്. ടാക്സ് എടുത്ത് അവരുടെ പേരിലാക്കി കൊടുക്കും. ലാസ്റ്റ് പ്രൈസ് 55 രൂപയ്ക്ക് കൊടുത്തേക്കാം. ടാക്സ് എല്ലാം എടുത്തതിന് ശേഷം ടാക്സ് എടുത്ത് അവരുടെ പേരിൽ, ടാക്സ് എടുത്താലേ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടാക്സ് എടുത്ത് അവരുടെ പേരിൽ വണ്ടി ആക്കി കൊടുക്കും. ലാസ്റ്റ് പ്രൈസ് 55,000 രൂപ. വണ്ടി കണ്ടീഷൻ? വണ്ടി പക്കാ കണ്ടീഷൻ. എവിടെ നിന്നോ എടുത്തോണ്ട് പോകാമല്ലോ. പിന്നെന്ത് ധൈര്യമായിട്ട് നമ്മളല്ലാത്ത പറയില്ലല്ലോ. ശരി. ജയസേട്ടാ, അടുത്ത വണ്ടി ഓൾട്ടോ. അടുത്ത വണ്ടി ഓൾട്ടോയാണ്. 2006 വണ്ടി. 27 ലാസ്റ്റ് വരെ പേപ്പർ ഭാഗങ്ങൾ ഓക്കെയാണ്. 27 ലാസ്റ്റ് വരെ ഉണ്ട്. അതെ, 27 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. LX ആണ് വണ്ടി. ടെസ്റ്റ് താമസം ചെയ്താന്ന് തോന്നുന്നു. അതെ അതെ. AC ഉണ്ട്. AC വർക്കാണ്. LX ആണ്. LX ആണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഈ കളർ വേരിയേഷൻ എന്താണ്? കളർ വേരിയേഷൻ അത് ഇതിന്റെ പുറത്ത് ഈ ഇനാമിൽ പേപ്പർ പോലത്തെ ഒരു
സ്റ്റിക്കർ പോകാൻ ഒരു പേപ്പറാണ് ഒട്ടിച്ചേക്കുന്നത്. ഇത് പേപ്പർ അത് ഞാൻ കംപ്രസർ വെച്ച് അടിച്ചപ്പോൾ കുറേ പേപ്പർ ഇളകിപ്പോയി. ആ പേപ്പറിൻ്റെ ഇതാണ്, പെയിന്റ് അല്ല പേപ്പർ. ഡബിൾ ടോൺ ആണ്. പേപ്പർ റിമൂവ് ചെയ്യേണ്ടി വരും. ഒരു എനാമൽ പേപ്പർ പോലത്തെ ഒരു പേപ്പർ ഒട്ടിച്ചേക്കാണ്, പേപ്പറാണത്. ഞാൻ ഓസ് വെച്ച് അടിച്ചപ്പോൾ കുറേ പേപ്പർ ഇളകി പോയായിരുന്നു. അതാണ് ഈ കളർ വേരിയേഷൻ. അതെ, അതാണ്. പിന്നെ ഇത് ആ റേറ്റല്ലേ ഉള്ളൂ, അതുകൊണ്ട് പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാനുള്ളവർക്ക് നമ്മളെടുത്ത് പെയിന്റ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല. കാരണം ഇത് പെയിന്റ് ചെയ്താൽ പിന്നെ നല്ല പൈസ ആവും. പെയിന്റ് ചെയ്യാൻ പൈസയാവും. പക്ഷേ ടയർ 3 ടയർ പുതിയ ടയറാണ്, പുത്തൻ ടയറാണ്. 3 പുത്തൻ ടയർ, ഒരു ടയർ 80% മേളിൽ ഒരു ടയറുണ്ട്. 3 ടയർ പുതിയ ടയറാണ്. ഓക്കെ. പോൾസറി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, മറ്റ് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. AC വർക്കാണ്. ഒരു സോണിയുടെ സ്റ്റീരിയോ ഇരിപ്പുണ്ട് കേട്ടോ. സ്റ്റീരിയോ അല്ല, AC വർക്കിംഗ് ആണല്ലോ. AC വർക്കിംഗ് ആണ്. അതെ. ഓക്കെ. പക്ഷേ പെയിന്റിങ്ങിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അങ്ങനെ വൃത്തിയാക്കാം. നമ്മൾ ആ റേഞ്ച് അനുസരിച്ച് വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് പഠിക്കാനും ചെറിയ അത്യാവശ്യം ഉപയോഗിക്കാൻ കൊള്ളാം. വണ്ടി വേറെ കംപ്ലൈന്റ് ഒന്നും കണ്ടീഷനാണ്. എഞ്ചിനെല്ലാം പക്ക കണ്ടീഷനാണ്, ഒരു കംപ്ലൈന്റും ഇല്ല. പക്ഷേ നിങ്ങൾ ഈ പെയിന്റിങ്ങിന്റെ ഇഷ്യൂ അറിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ പിന്നെ പെയിന്റ് ഒക്കെ ചെയ്ത് വരികയാണെങ്കിൽ അതനുസരിച്ചല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറഞ്ഞ ആൾക്കാർ ഈ കുറഞ്ഞ ആൾട്ടോക്കൊക്കെ വേണ്ടി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതേ കണ്ടീഷൻ, മെക്കാനിക്കൽ കണ്ടീഷൻ പക്കയാണ്, എല്ലാം പെയിന്റിങ്ങിന്റെ ഇഷ്യൂ ഉള്ളൂ. അതെ, ടയർ ഭാഗങ്ങളും ഓക്കെയാണ്. എങ്ങനെയാണ് പ്രൈസ് നമുക്ക് കൊടുക്കാം? പ്രൈസ് എന്ന് പറയുമ്പം നമ്മളത് ലാസ്റ്റ് പ്രൈസ് 68,000 രൂപയ്ക്ക് കൊടുക്കും. 68 രൂപ ലാസ്റ്റ് പ്രൈസ് 68,000 രൂപയ്ക്ക് കൊടുക്കും. 29 ലാസ്റ്റ് പേപ്പർ അല്ല, 27 ലാസ്റ്റ് പേപ്പർ ഉണ്ട്. അതെ, 2010 വണ്ടിയാണ്. 10 വണ്ടി. വണ്ടി ഓക്കെയാണ്. നിലവിൽ വേറെ പ്രോബ്ലങ്ങളൊന്നും അത്യാവശ്യം ഇല്ല. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് കേട്ടോ. ഇല്ല, ടെസ്റ്റ് ഈ വർഷം ലാസ്റ്റിലാണ്, 12-ാം മാസമാണ് ടെസ്റ്റ് വരുന്നത്. 12-ാം മാസമാണ്. അതെ, ഇൻഷുറൻസ് പുതിയതാണ്. ഈ മാസം ഈ മാസം എടുത്ത ഇൻഷുറൻസ് ആണ്. ബാക്കിൽ പുതിയ ഫ്രണ്ട് ആവറേജ് ആണ് അല്ലേ? ഫ്രണ്ട് ആവറേജ് ആണ് ടയർ. വണ്ടി ഒരു അങ്ങനെ ആവറേജ്. അപ്പം ഹൈ ക്വാളിറ്റി വണ്ടി ഒന്നും നമ്മൾ പറയില്ല, ആവറേജ് വണ്ടി. 2010 വണ്ടിയല്ലേ, 10ന്റെ ക്വാളിറ്റി അതിലുണ്ട്. പിന്നെ ഈ സാധനങ്ങൾ എടുത്ത് അടിക്കാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അതെ, 5 സീറ്റർ ആണ്. 5 സീറ്റർ. ഓക്കെ. AC ഇല്ലല്ലോ? AC ഉള്ള ടൈപ്പാണ്. അതെ, AC ഉള്ള വണ്ടിയാണ്. AC ഉള്ള വണ്ടിയാണ്. AC വന്നപ്പോൾ ഒക്കെ വർക്കായിരുന്നു, ഇപ്പം ഉപയോഗിക്കാത്തതുകൊണ്ടാണോന്ന് അറിയില്ല. കൂളിംഗ് ഇല്ല. കൂളിംഗ് മറ്റേ AC ഉള്ള വണ്ടിയാണ്. ഗ്യാസ് ബില്ല് ശരിയാവും? ശരിയാകും. ഓക്കെ. അപ്പോൾ AC ഉള്ള 5 സീറ്റർ AC ആണ്. 2010 വണ്ടി അല്ലേ? 2010 വണ്ടിയാണ്. ഈ വർഷം ലാസ്റ്റിലാണ് പേപ്പർ തരുന്നത്. ഇൻഷുറൻസ് പുതിയതാണ്, ഈ മാസം എടുത്തതാണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പം ലാസ്റ്റ് പ്രൈസ് 1,15,000 രൂപയ്ക്ക് കൊടുത്തേക്കാം. 1,15,000 രൂപയ്ക്ക് കൊടുത്തേക്കാം. ടൈറ്റൻ ആണ്. ടൈറ്റൻ 2010 വണ്ടിയാണ്. 10 വണ്ടി. ഇപ്പോൾ ഒരാഴ്ച ആയതുള്ളൂ, റീടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 വർഷം പേപ്പർ ഉണ്ട്. 5 വർഷത്തേക്ക് പേപ്പർ എല്ലാം ഓക്കെയാണ്. നല്ല ചിലവുണ്ടല്ലേ പേപ്പർ ആക്കാനായിട്ട്? പേപ്പറൊക്കെ ഇപ്പം നല്ല എമൗണ്ട് ആവുമല്ലോ. ടാക്സ് എല്ലാം 50% കൂട്ടിയല്ലോ. അപ്പം 7 രൂപ അടച്ചുകൊണ്ടിരുന്ന ടാക്സ് 14,000 രൂപയായി. 14,000 രൂപ. അതെ, ഇപ്പം റീടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. കിലോമീറ്റർ ടയർ നാലും പുതിയതുണ്ടല്ലേ? അതെ, ടയർ എല്ലാം കണ്ടീഷൻ ടയറാണ്. 4 ടയറും പക്കാ കണ്ടീഷൻ ടയറാണ്. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. അപ്പോൾ ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ 87 റേഞ്ച് എന്തോ ഓടിയിട്ടുണ്ടോ? 80 സംതിങ്. ഇന്ത്യയിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. മോഡൽ വെച്ച് നോക്കുമ്പോൾ നല്ല വൃത്തിയുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ഓക്കെ, എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. റീടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. പിന്നെ ആൾ വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. അത്രയും ദിവസം എടുക്കുന്നവർക്ക് കിട്ടുമല്ലോ. ആ സമയത്ത് എടുത്ത് കൊടുക്കാം. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ 2010 5 വർഷം പേപ്പർ ഉണ്ട്. 2030 വരെ പേപ്പർ ഉണ്ട്. 2030 വരെ പേപ്പർ ഉണ്ട്. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? അതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം ഇൻഷുറൻസ് എടുത്ത് 1,39,000 രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്ത് അവരുടെ പേരിൽ വണ്ടി രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. 1,39,000. കാരണം ഈ പറഞ്ഞ റീടെസ്റ്റിനാണ് പൈസ. റീടെസ്റ്റിനാണ് പൈസ. വണ്ടി പക്കയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? AC എല്ലാം വർക്കിംഗ് ആണ്. അതെ അതെ, AC പോസ്റ്റ് 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം ഉള്ള വണ്ടിയാണ്. അടുത്ത വണ്ടി സ്വിഫ്റ്റ് VXi ആണ്. വണ്ടി ഓക്കെയാണ്. ഏതാ മോഡല്? 2006 ആണ് മോഡല്. 6 മോഡൽ. അതെ, 26 രൂപ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെയാണ്. പെട്രോൾ വണ്ടി VXi അല്ലേ? VXi പെട്രോൾ വണ്ടിയാണ്. AC പോസ്റ്റ് സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്. പക്ഷെ ബോഡി ചെറിയൊരു മങ്ങലുണ്ട്. വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് വാഷ് ചെയ്തില്ല. ഇന്നലേക്ക് മഴ ആയതുകൊണ്ട് വണ്ടി തുടച്ചില്ലായിരുന്നു. ടയർ ഫ്രണ്ടിലുണ്ട് പുതിയതുണ്ട്, ബാക്കിൽ ആവറേജ്. അതെ അതെ അതെ. ഇന്ത്യൻ കളക്ഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി. അഴുക്കിൻ്റെ വശങ്ങളുണ്ട്, ഒരു അഴുക്കുണ്ട്. സ്റ്റീരിയോ ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട്. 4 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്. VXi വേരിയന്റ് അല്ലേ കേട്ടോ? VXi വേരിയന്റ് ആണ്. ഓണർഷിപ്പ് എത്രയായി? ഓണർഷിപ്പ് 3 ആണെന്നാ തോന്നുന്നത്. കിലോമീറ്റർ 1 റേഞ്ച് എന്തോ ഓടിയിട്ടുണ്ട്. വണ്ടി പക്ക കണ്ടീഷനാണ്. AC എല്ലാം വർക്കിംഗ് ആണ്. വേറെ ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കുക? പ്രൈസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് പ്രൈസ്
1,25,000 രൂപ കൊടുത്തേക്കാം. 1,25,000 രൂപ കൊടുത്തേക്കാം. റിറ്റ്സ് ആണ്, ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്? ഡീസൽ വണ്ടിയാണ്. മോഡലോ? മോഡൽ 2012 ആണ്. 2027 വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെ ആണ്. സെക്കൻഡ് ഓണറാണ്. ടയർ ഒരു 70% ടയർ ഉണ്ടല്ലേ? അതെ. ചെളി അടിച്ചെടുക്കാം. മഴ ആയതുകൊണ്ട് നമ്മളെ വണ്ടി ക്ലീൻ ചെയ്യുന്ന പയ്യനൊന്നും വന്നില്ല. KL01 ട്രിവാൻഡ്രം വണ്ടി അല്ലേ? അതെ, ട്രിവാൻഡ്രം വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്. റിറ്റ്സ് ഡീസൽ? റിറ്റ്സ് ഡീസൽ. അതെ. അപ്പോൾസറി എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. വേരിയന്റ് VDI അല്ലേ വരുന്നത്? VDI. ഓക്കെ. ഇന്ത്യയിലാ സീറ്റ് വർക്ക് കൊള്ളാൻ നീറ്റാണ്. 4 പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, ടാക്കോമീറ്റർ എല്ലാം വരുന്നുണ്ട്. AC വർക്കിംഗ് ആണല്ലോ കേട്ടോ? AC വർക്കിംഗ് ആണ്. അതെ. കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയായി? കിലോമീറ്റർ ഇല്ല, പിടിയില്ല. ഒരു ഒന്നിനകത്തുള്ള ഓട്ടോ ഓടിയിട്ടുണ്ട്. 90 റേഞ്ച് എന്താണെന്ന് തോന്നുന്നു. പിന്നെ എഞ്ചിൻ എല്ലാം കണ്ടീഷൻ എല്ലാം പക്കയാണ്. മറ്റു കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ക്വാളിറ്റി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ AC എല്ലാം വർക്കിംഗ് ആണ്. അതെ അതെ. AC പവർ സ്റ്റിയറിംഗ്. എന്തോ 18 മൈലേജ് കിട്ടത്തില്ലേ? മൈലേജ് കിട്ടും. VDI വണ്ടിയല്ലേ, 20 അടുത്തുള്ള മൈലേജ് ഉണ്ടാവും. അപ്പം എഞ്ചിൻ ഗ്യാരണ്ടിയാണ്? എഞ്ചിനെല്ലാം ഗ്യാരണ്ടിയാണ്. മറ്റേ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ഇല്ല. എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? എന്തോ വില ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പം 1,95,000 രൂപ കൊടുത്തേക്കാം. 2012 27 വരെ പേപ്പറുണ്ട്. ജയസേട്ടാ, അടുത്ത വണ്ടി വാഗണാർ. അടുത്ത വണ്ടി വാഗണാറാണ്. വാഗണാർ നമ്മളതിൻ്റെ മോഡല് കേൾക്കുമ്പം വിലയുമായിട്ട് കേൾക്കുമ്പോൾ ഒരുപാട് കുടിപ്പെന്ന് പറയും. പക്ഷേ ഇത് അങ്ങനെയല്ല. മോഡല് ഓക്കെയാണ്. 2004 മോഡൽ വരുന്നത്. വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ചില വണ്ടികൾ നമുക്ക് കിട്ടുന്ന അനുസരിച്ചല്ലേ കൊടുക്കാനും പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഞാൻ കൊടുത്ത വണ്ടിയാണ്, പാർട്ടിക്ക് കൊടുത്തത്. സിംഗിൾ ഓണർ വണ്ടിയാണ് ഞാൻ തന്നെ ഇവിടെ എടുത്തതും കൊടുത്തത്. കിലോമീറ്റർ 80 സംതിങ് ആണ് ഓടിയിട്ടുള്ളത്. ടയർ നാലും ഒരു 80% ടയർ ഉണ്ട്. ടയർ 80% ടയറൊക്കെ ഓടാനുണ്ട്. LX ആണ് വണ്ടി. പക്ഷേ ബോഡിയൊക്കെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല. സ്ക്രാച്ച് ഇല്ല. പിന്നെ AC പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു. ഇപ്പൊ ഞാൻ കൊടുത്തു. അപ്പോൾ ഇപ്പൊ രണ്ടാമത്തെ ഓണറാണ്. AC എല്ലാം വർക്കിംഗ് ആണ്. രണ്ടാമത്തെ ഓണറാണ്. അപ്പൊ അവർക്കൊരു ചെറിയ സർജറിയുടെ ഇത് വന്നങ്ങനെ ഇപ്പൊ നിലവിൽ രണ്ടാമത്തെ ഓണറാണ്. അപ്പൊ അവർക്കൊരു ചെറിയ സർജറിയുടെ ഇത് വന്നു. അപ്പോൾ ഓടിക്കാൻ വേണ്ടി ആളില്ല. അങ്ങനെ കൊടുക്കുന്നതാണ്. അവര് ലാസ്റ്റ് 95 രൂപ കിട്ടിയാൽ അവരുടെ പേരിൽ വണ്ടി ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ കയ്യിലാണ് നിൽക്കുന്നത്. ഞാൻ എടുത്ത വണ്ടിയല്ല. രണ്ടാമത് 95,000 ലാസ്റ്റിൽ കയ്യിൽ കിട്ടിയാൽ മുമ്പ് കൊടുത്ത വണ്ടിയാണ്. പക്ഷേ മുമ്പിൽ ഞാൻ കൊടുത്തു. ഇപ്പൊ അവര് പാർക്ക് ആൻഡ് സെയിലിട്ട് വിറ്റ് കൊടുക്കാൻ പറഞ്ഞു. അതാണ് എന്റെ വാസ്തവം. ഒരു രൂപ പറഞ്ഞു. ലാസ്റ്റിൽ 95 കയ്യിൽ കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടി അത്ര ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. താല്പര്യമുള്ളവർക്ക് നോക്കാം. ഇനി വില കൂടി പോയെന്ന് പറഞ്ഞ് എന്നെ പഴിച്ചിട്ട് കാര്യമില്ല. പാർക്കിംഗ് വണ്ടിയാണ്. ശരി, ഓക്കെ. അടുത്ത വണ്ടി ഇയോണാണ്. ഇയോണ് 2015 വണ്ടി. പിന്നെ വണ്ടി അത്യാവശ്യം വേറെ കുഴപ്പമൊന്നുമില്ല. ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഓണർഷിപ്പ് കിലോമീറ്റർ ടയർ ഭാഗങ്ങളൊക്കെ കണ്ടീഷനാണ്. ഓണർഷിപ്പ് 2 ഓണറോ 3 ഓണറാണോ എന്ന് സംശയമുണ്ട്. വണ്ടി ഓക്കെയാണ്. 3 മേളിൽ പോകില്ലല്ലോ? ഇല്ല, ഒരിക്കലും പോകില്ല. ഇന്ത്യയുടെ കണ്ടീഷൻ സീറ്ററൊക്കെ ഉണ്ട്, വൃത്തിയുണ്ട്. AC പവർ സ്റ്റിയറിംഗ് മാത്രം വരുന്നതാണ്. ടയർ കണ്ടീഷൻ ഉണ്ട്. നല്ല കണ്ടീഷൻ ടയറാണ്. പുതിയ ടയറാണ്. 89% ടയർ ഉണ്ട്. 90% ടയർ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ്. ഓണർഷിപ്പ് കിലോമീറ്റർ അറിയാമോ? കിലോമീറ്റർ 77 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. 75 റേഞ്ച് എന്തോ ആണ്. ഓണർഷിപ്പ് തേർഡിനകത്ത് വരുമല്ലേ? സെക്കൻഡോ തേർഡാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മൾ എടുത്തിട്ട വണ്ടിയല്ല, പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. പാർട്ടി ആവശ്യപ്പെടുന്നത് 240 അവർ ഉദ്ദേശിക്കുന്നത്. 40? വില എനിക്ക് തന്നെ അറിയാം. മാനസികമായിട്ട് അല്പം വില കൂടുതലായിരിക്കാം. അത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലൈവ് പാർട്ടിയുടെ നമ്പർ വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ റെഡിയാണ്. ഡയറക്റ്റ് സംസാരിച്ചെടുത്തോട്ടെ. ഇവിടെ പാർക്ക് ആൻഡ് സെയിലിന് വന്നു. അവർ ഉദ്ദേശിക്കുന്ന പോലെ 240. പിന്നെ ഫിനാൻസ് വേണമെങ്കിലും 2 രൂപയ്ക്ക് ഫിനാൻസ്, 2ന് പുറത്ത് ഫിനാൻസ് കിട്ടും. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ജയസേട്ടാ, അടുത്ത വണ്ടി ടാക്സി പെർമിറ്റ് ആണ്. സ്വിഫ്റ്റ് ഡിസയർ. അതെ, സ്വിഫ്റ്റ് ഡിസയർ ആണ്. 2015 മോഡൽ വരുന്നത്. അത് വണ്ടി നിലവിൽ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഡീസലല്ലേ? ഡീസൽ വണ്ടി. ടൂർ ഡീസലാണ്. അപ്പോൾ 15 ഓണർഷിപ്പ് കിലോമീറ്ററായി. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 1ന് പുറത്ത് ഓടിയിട്ടുണ്ട്. ടയർ 4 പുതിയതുണ്ടല്ലേ? ടയറെല്ലാം നല്ല കണ്ടീഷൻ വണ്ടി ടയറാണ്. ഓക്കെ.
പിന്നെ ഇപ്പം നിലവിൽ ടാക്സി പെർമിറ്റ് ആണ്, പേപ്പർ മുടക്കത്തിലാണ്. അത് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ടാക്സി ആണെങ്കിൽ പേപ്പർ ക്ലിയർ ചെയ്ത് ടാക്സി ആക്കി കൊടുക്കും. ഓണേഴ്സ് ആക്കണമെങ്കിൽ ഓണേഴ്സ് ആക്കി കൊടുക്കും. ഓക്കെ, ഇതിപ്പം നിലവിൽ ടാക്സി പെർമിറ്റ് ആണ് കിടക്കുന്നത്. ഇതിനകത്ത് പവർ കൊണ്ട് വരുന്നില്ല, എ സിയും പവർ സ്റ്റിയറിംഗ് മാത്രമല്ല. അത് എ സിയും പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നത്. ഓക്കെ, ടൂറാണ്, ഡീസൽ, മൈലേജ് എന്തായാലും ഒരു 10-18 കിട്ടൂലേ? മൈലേജ് കിട്ടും, നല്ല മൈലേജ് ഉള്ളതാണല്ലോ. ഓക്കെ, അപ്പോൾ ചേട്ടാ നിലവിൽ ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ടാക്സി നിലവിൽ ടാക്സി പെർമിറ്റ് മുടങ്ങിയിട്ടുണ്ട്. അപ്പം ടാക്സി ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പേപ്പർ ക്ലിയർ ചെയ്ത് ടാക്സി ആക്കി കൊടുക്കും. ഓക്കെ, അല്ലാണ്ട് ഓണേഴ്സ് ആക്കി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓണേഴ്സ് ആക്കി കൊടുക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് വില? എൻ്റെ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ പേപ്പർ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. അത് 3 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ചെറിയ എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാം. 3 ചോദിക്കുന്നുണ്ട്, കാരണം പേപ്പർ ഇപ്പം ക്ലിയർ ചെയ്യുന്നതാണല്ലോ പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് പേപ്പറിന്റെ ഭാഗങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സാർ, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ, നമ്മൾ അത്യാവശ്യം കുറേ വണ്ടി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാ മാസം കറക്റ്റായിട്ട് വീഡിയോ ചെയ്യാൻ നോക്കുക. തീർച്ചയായിട്ടും ചെയ്യാം. പിന്നെ സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ഓക്കെ, താങ്ക് യു.